മാത്രയിലെ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഭിന്നശേഷിക്കാർക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ തങ്കമണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത്, കോഴിക്കോട് ഒഫ്താൽമിക് അസോസിയേഷൻ, അബേറ്റ് കണ്ണാശുപത്രി, ഒളവണ്ണ പരിവാർ, ലക്സ് വിഷൻ ഒപ്റ്റിക്കൽസ് എന്നിവർ സംയുക്തമായാണ് ക്യാമ്പ് ഒരുക്കിയത്. നമ്മൾ അൻപ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലത്തെ നേത്രരോഗ വിദഗ്ധരുടെ ഒരു സൊസൈറ്റി ഉണ്ട്, കേരള സൊസൈറ്റി ഓഫ് ഒഫ്താൽമിക് സർജൻസ്. അപ്പൊ അതിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള അൻപ് എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കോഴിക്കോട് ഒഫ്താൽമിക് സൊസൈറ്റി, അതായത് കോഴിക്കോട്ടിലത്തെ നേത്ര വിഭാഗക്കാരുടെ ഒരു അസോസിയേഷൻ, ഇവിടെ ഈ ക്യാമ്പ് നടത്താനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒളവണ്ണ ബ്ലോക്ക് പഞ്ചായത്തും പരിവാരും ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഈ ഒരു ക്യാമ്പിൽ ഞാൻ, ഡോക്ടർ ലക്ഷ്മി, ഡോക്ടർ പ്രീത, ഡോക്ടർ അസർ, ഞങ്ങളെല്ലാം ഈ ക്യാമ്പ് നടത്താനായിട്ട് വന്നു. തുടർ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കണ്ണട നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറ്റുന്ന രീതിയിൽ. കാരണം ക്യാമ്പിൽ നമുക്ക് കുറച്ച് പരിമിതികൾ ഉണ്ടാവും, പക്ഷെ കഴിയുന്ന രീതിയിലുള്ള കണ്ണടകളെല്ലാം നമ്മൾ ഇവിടെ തന്നെ കൊടുക്കാനും, ഇവർക്കൊക്കെ ഈ കുട്ടികൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വരാനും ഒ പിയിൽ കാണിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. കഴിയുന്നതും ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ തീർക്കാനാണ് നമ്മൾ. ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർമാരായ പ്രീത, ലക്ഷ്മി, അസർ, കൂടാതെ പി സിക്കന്ദർ, പി മുഹമ്മദ്, എൻ പി മുനീറ, കവിത, റസിയ, സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. തിമിരം, നേത്ര ചലന വൈകല്യം, റെറ്റിന, ഗ്ലോക്കോമ പരിശോധനകൾക്കുള്ള സൗകര്യങ്ങൾ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. 50ഓളം പേർ ക്യാമ്പിലെത്തി ചികിത്സ തേടി. 10 പേർക്ക് വിദഗ്ധ ചികിത്സ നിർദ്ദേശം നൽകിയപ്പോൾ 11 പേർക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തു. ഏകദേശം 60ഓളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തു എന്ന് കാണിച്ചു. നമ്മളെ ഈ കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ, കുട്ടികൾ കാഴ്ച കുറവോ തിമിര പ്രശ്നങ്ങൾ ഒന്നും ഇപ്പോൾ നമ്മൾ വലിയ ആളുകൾ പറയുന്നത് പോലെ ഒന്നും കുട്ടികൾക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരം ക്യാമ്പുകൾ വെച്ചിട്ട് ഇവരെ ഈ പുതിയ സംവിധാനത്തിൻ്റെ മിഷനറികളൊക്കെ വെച്ച് കണ്ട് പരിശോധിച്ച് കണ്ടുപിടിക്കല്ലാതെ രക്ഷയില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നതും കുട്ടികളെ പരിശോധനയ്ക്ക് ഞങ്ങൾ വിധേയമാക്കിയത്.